വേൾഡ്സ് 5 മോസ്റ്റ് ഡേഞ്ചറസ് അഡിക്ഷൻ. ഇതിൻ്റെ കണക്കെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ട് മരിക്കുന്നവരുടെ കണക്ക് വെച്ചാണ് ഈ ഡേഞ്ചറസ് എന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കിയത്. 5th മെത്താമെറ്റഫൈൻ. നമ്മൾ കേരളത്തിൽ MDMA എന്ന് പറയും. പക്ഷേ MDMA ശരിക്കും ഒരു ക്യാപ്സൂളാണ്. എക്സ്റ്റസി എന്ന് വിളിക്കും, ടൈം ട്രാവലർ എന്ന് വിളിക്കും. മെത്ത് ഈസ് ദ റോ, മറ്റേ ആ ക്രിസ്റ്റൽ ഫോമിൽ കിട്ടുന്നത്. നമ്മൾ കേരളത്തിൽ എല്ലാവർക്കും അറിയാം, കൊച്ചു പിള്ളേർക്കുള്ള ഒരു ന്യൂസിൽ അത് മാത്രമേ ഉള്ളൂ. 4th നമ്പറിലാണ് കൊക്കെയിൻ. ഇതുകൊണ്ട് വളരെ അധികം ആൾക്കാർ മരിക്കുന്നുണ്ട്. ഇറ്റ്സ് വെരി 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 ഡേഞ്ചറസ്. പാബ്ലോ എസ്കോബാർ ആയിരുന്നു ഇതിനെ ഫേമസ് ആക്കാനുള്ള കാരണം. നെറ്റ്ഫ്ലിക്സിലെ നാർക്കോസ് എന്ന് പറഞ്ഞ സീരീസും ഭയങ്കര ഫേമസ് ആണ്. എവറി വൺ നോസ് അബൌട്ട് കൊക്കെയിൻ. ചാർലി. തേർഡ് നമ്പറിലാണ് ഹീറോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ഡ്രഗ്. നമ്മൾ പൊതുവേ ഇത് നമ്മളെ കേരളത്തിൽ അത് കേൾക്കാൻ കിട്ടത്തില്ല. എങ്ങും ഞാൻ ഇന്നേ വരെ എങ്ങും ഹീറോയിൻ പിടിച്ചിട്ടായിട്ടുള്ള ന്യൂസ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ബട്ട് ഇറ്റ്സ് വെരി എക്സ്ട്രീംലി എക്സ്പെൻസീവ് ആൻഡ് എക്സ്ട്രീംലി ഡേഞ്ചറസ്. സെക്കൻഡ് നമ്പറിൽ വരുന്ന കൂടുതൽ ആൾക്കാർ മരിക്കുന്ന ഡ്രഗാണ് ഫെൻറ്റനിൽ ഒരു ക്യാപ്സൂളാണ്. മെക്സിക്കോ ആൻഡ് കംബോഡിയ ആണ് ഇതിനെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. അത് അമേരിക്കയിൽ പറയുന്നത് ഇറ്റ്സ് എ ഫെൻറ്റനിൽ ക്രൈസിസ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോംബി ഡ്രഗ് എന്ന് വിളിക്കും. പക്ഷേ അത് ശരിക്കും സോംബി ഡ്രഗ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഫെൻറ്റനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ ആൾ പോയിരിക്കും, ഉറപ്പാണ്. പിന്നെ നമ്പർ 1 ഏറ്റവും കൂടുതൽ മരിക്കുന്ന ഒരു സംഭവം നമ്മുടെ ഡ്രഗ്. പക്ഷേ നമ്മളവിടെ ഡ്രഗ് എന്ന് വിളിക്കത്തില്ല. ഏറ്റവും കൂടുതൽ ഇത് കുടിച്ചിട്ട് വലിക്കുന്നതാണ് ആൽക്കഹോളും കാരണമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആക്സിഡൻസ് ഉണ്ടാകുന്ന ആൽക്കഹോൾ കുടിച്ചിട്ടാണ്. അപ്പം ആൽക്കഹോളിനെയും നമ്മൾ ബാൻ ചെയ്യണം. ബാൻ ആൽക്കഹോൾ.